ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി ഉള്ളിത്തീയലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ചൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1/4 കിലോ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. 4ആയിട്ട് കീറിയിട്ടാലും മതി. ഇനി നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പിഴിപുളി വെള്ളത്തിലിടുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഉള്ളിത്തീയലിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും പ്രധാനം. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് എരിക്ക് അനുസരിച്ച് 2 തണ്ട് കരിയാപ്പല, ഒരു 10 കുരുമുളക് മണി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല മൂപ്പിച്ച് എടുക്കുക. തേങ്ങ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ ഇതിനെ ചെറു തീയിൽ ലോ ഫ്ലെയിമിലിട്ട് വറുക്കെടുക്കുക. ആദ്യം അടിക്ക് പിടിക്കുന്ന പോലെയൊക്കെ തോന്നും, എന്നാലും അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളമയം കുറഞ്ഞു വരുമ്പോൾ നന്നായിട്ട് ഇളകി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. അതുപോലെ നന്നായിട്ട് മൂക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക, കരിയാതെ നോക്കണം. ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും. പിന്നെ ഇളക്കുന്നത് നിർത്താം. നന്നായിട്ട് ആറാൻ അത് വെച്ച് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽ മുളക്, 2 കരിയാപ്പിലയുടെ തണ്ട്, ഇത്രയും ഇട്ട് കൊടുത്തൊന്ന് ഇളക്കുക. 2 പച്ചമുളകും കൂടി പിളർന്ന് ഇട്ട് കൊടുക്കുക. ഇത് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചതിനെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയും തേങ്ങ മൂപ്പിച്ചതിന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരകല്ലിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചതല്ല. ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇനി വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് തിളപ്പിക്കാം. പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉള്ളിയുടെ നികക്ക് വെള്ളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം കുറവാണെങ്കിൽ. ഉള്ളി നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആ തേങ്ങ അരച്ചതിനെ ഇട്ട് കൊടുക്കാം. ഇത് 1 തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ അരച്ചെടുത്ത തേങ്ങയാണിത്. നല്ല എണ്ണമയവും ചാറും ഉണ്ട്. ഇനി ചാറ് ആവശ്യമെങ്കിൽ ഇനി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പച്ചവെള്ളം ഒഴിക്കുന്ന കാര്യമില്ല. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ചാറിന് ആവശ്യത്തിനെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപ്പും പുളിയും മുളകും ഒക്കെ നോക്കി ആവശ്യത്തിനെല്ലാം കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കണക്കിനൊരു മസാലകൾ ചേർത്തെന്നേ ഉള്ളൂ.
നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ ചേർക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഉള്ളിക്കറി റെഡിയായിട്ട് കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.